സ്മിത്ത് പറഞ്ഞിരിക്കുന്നത് ദിസ് ഈസ് ദ സയൻസ് ഓഫ് വെൽത്ത്, അതായത് എക്കണോമിക്സിനെ ഒരു സയൻസ് ഓഫ് വെൽത്ത്, വെൽത്തിനെ കുറിച്ചുള്ള മാത്രം സ്റ്റഡീസ്, വെൽത്ത് ഓഫ് ദി നേഷൻ മാത്രമാണ്. അനദർ വൺ ഇറ്റ് കനോട്ട് ബി മെഷേർഡ് ഓർ കമ്പയർഡ്, നമുക്ക് അങ്ങനെ കമ്പയർ ചെയ്യാനോ മെഷർ ചെയ്യാനോ ഒന്നും തന്നെ പറ്റാത്ത ഒരു കോൺസെപ്റ്റാണ് വെൽഫെയർ. സ്കോപ്പ് ഓഫ് ബിസിനസ് എക്കണോമിക്സ് നോക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു ഇത് മൈക്രോ എക്കണോമിക്സിൻ്റെ ഭാഗം, അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്ത് വേണം നമ്മൾ ഇതിൻ്റെ ഒരു അകത്ത് വരുന്ന തിയറീസ് നോക്കാൻ. ഡിമാൻഡ് അനാലിസിസ്, പ്രൊഡക്ഷൻ തിയറി. ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഐ എം കാരൻ. ഇന്നപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെറ്റ് കൊമേഴ്സിൻ്റെ ബിസിനസ് എക്കണോമിക്സ് എന്ന് പറയുന്ന യൂണിറ്റിലെ ചില ബേസിക് ടോപ്പിക്സും കണ്ടൻറ്റുമാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ആദ്യമേ തന്നെ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലാണെങ്കിലും അറിഞ്ഞിരിക്കേണ്ടതാണ് എക്കണോമിക്സിൻ്റെ ആ ഒരു ബേസിക് ടോപ്പിക്സ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മീനിങ്ങും അതിൻ്റെ സ്കോപ്പ്, റിലേറ്റഡ് ടോപ്പിക്സ് എല്ലാം തന്നെ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു നോ. സോ നമുക്ക് എന്താണ് ഇതെന്നൊന്ന് ബേസിക്കായിട്ട് നോക്കാം. സോ എക്കണോമിക്സിനെ കുറിച്ച് പറയുമ്പോൾ അത് ഡിറൈവ് ചെയ്തിരിക്കുന്ന വേർഡ് ഒയ്ക്കണോമിയ എന്ന് പറയുന്ന ഒരു വേർഡിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്, വിച്ച് മീൻസ് ഹൗസ് ഹോൾഡ് മാനേജ്മെൻറ്റ്. പിന്നെ എക്കണോമിക്സ് എന്താണ്? ദിസ് ഈസ് ദ സ്റ്റഡി ഓഫ് ദ പ്രിൻസിപ്പിൾസ് വിച്ച് ഗവേൺ ദി എക്കോണമി, അല്ലെങ്കിൽ ഒരു എക്കോണമി എങ്ങനെ റൺ ചെയ്യുന്നു, അപ്പോൾ അതിൻ്റെ ആ ഒരു റൂൾസും റെഗുലേഷൻസും എല്ലാം തന്നെ ആ ഒരു തിയറീസ്, പോളിസീസ്, പ്രിൻസിപ്പിൾസ് എല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഡിസിപ്ലിനാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇനിയും നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഇതിൻ്റെ അകത്തെ വേരിയസ് ഡെഫിനേഷനാണ്. ഡെഫിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു എവല്യൂഷനാണ് ഈ ഒരു ഡെഫിനേഷൻസിൻ്റെ അകത്തും കൂടെ നമുക്ക് ഡിറൈവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, സോ ഡെഫിനേഷൻസ് ഓഫ് എക്കണോമിക്സ് എന്താണെന്നുള്ളതാണ് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 4 സ്റ്റേജസ് ഓഫ് ഡെഫിനേഷൻ എന്ന് നമുക്ക് വേണമെങ്കിൽ ഇതിനെ പറയാം. ഇത് 4ഉം റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ എക്കണോമിക്സിൻ്റെ എവല്യൂഷണറി സ്റ്റേജസ് ആയിട്ട് നമുക്ക് മെൻഷൻ ചെയ്യാം. സോ ഫസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് വെൽത്ത് കോൺസെപ്റ്റ് ആണ്, പിന്നീട് വെൽഫെയർ കോൺസെപ്റ്റും സ്കേഴ്സിറ്റി കോൺസെപ്റ്റും ആൻഡ് ഫൈനലി നമുക്ക് ഗ്രോത്ത് കോൺസെപ്റ്റും ഉണ്ട്. സോ ദിസ് ഈസ് ഹൗ ദി എക്കണോമിക്സ് ഡെവലപ്ഡ് ഓവർ ദി ഇയേഴ്സ് എന്ന് നമുക്ക് ഈ ഡെഫിനേഷനിൽ നിന്ന് അറിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ആദ്യമേ തന്നെ വെൽത്ത് ഡെഫിനേഷനിലേക്ക് വരാം. വെൽത്ത് ഡെഫിനേഷൻ പുട്ട് ഫോർവേഡ് ചെയ്തത് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആഡം സ്മിത്ത് ആണ്. ആഡം സ്മിത്തിനെ കുറിച്ച് നമുക്കറിയാം, ഹി ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് എക്കണോമിക്സ്. സോ ആഡം സ്മിത്ത് പറഞ്ഞിരിക്കുന്നത് ദിസ് ഈസ് ദ സയൻസ് ഓഫ് വെൽത്ത്, അതായത് എക്കണോമിക്സിനെ ഒരു സയൻസ് ഓഫ് വെൽത്ത്, വെൽത്തിനെ കുറിച്ചുള്ള മാത്രം സ്റ്റഡീസ്, വെൽത്ത് ഓഫ് ദി നേഷൻ മാത്രമാണ് ഇതിനകത്തെ കൺസേൺ എന്നുള്ളതാണ് ആഡം സ്മിത്തിൻ്റെ ആ ഒരു വെൽത്ത് കോൺസെപ്റ്റിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇനി ഏത് ബുക്കിലാണ് ഇത് മെൻഷൻ ചെയ്തിരിക്കുന്നത് നോക്കാം. ആൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ്. അപ്പോൾ ആഡം സ്മിത്തിൻ്റെ ബുക്ക് ഏതാണെന്നുള്ളതും ഓർക്കുക. എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സയൻസ് ഓഫ് വെൽത്ത് എന്നാണ്. ഇനിയും ഈ ഒരു ഡെഫിനേഷൻ അല്ലെങ്കിൽ ഈ വെൽത്ത് കോൺസെപ്റ്റിൻ്റെ ക്രിറ്റിസിസം പോയിന്റ് എന്താണെന്നുള്ളതും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് ക്രിട്ടിസൈസ് ചെയ്തിരിക്കുന്ന പോയിന്റ് ആ ഡെഫിനേഷൻ തന്നെയാണ്. കാരണം വെൽത്ത് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് മാത്രമേ ഇത് കൺസിഡർ ചെയ്തിട്ടുള്ളൂ, അല്ലാതെ ഹ്യൂമൻ ആക്ടിവിറ്റീസോ വെൽഫെയറോ സ്കേഴ്സിറ്റിയോ അങ്ങനത്തെ പോലത്തെ ഒരു ഡെവലപ്മെൻറ്റ് ഓഫ് ദി നേഷനോ ഇതൊന്നും തന്നെ കൺസിഡർ ചെയ്തിട്ടില്ല. സോ അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ക്രിറ്റിസിസം പോയിന്റ് എന്ന് പറയുന്നത്. കമ്മിങ് ടു ദി നെക്സ്റ്റ് ഡെഫിനേഷൻ. നെക്സ്റ്റ് ഡെഫിനേഷൻ എന്ന് പറയുന്നത് വെൽഫെയർ ഡെഫിനേഷൻ ആണ്. സോ വെൽഫെയർ കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് പ്രൊഫസർ ആൽഫ്രഡ് മാർഷൽ ആണ്. ഇനിയും ഏത് ബുക്കിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ്. സോ പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സിലാണ് വെൽഫെയർ കോൺസെപ്റ്റ് ആൽഫ്രഡ് മാർഷൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എങ്ങനെയാണ് എക്കണോമിക്സിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോക്കാം. ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് മാൻകൈൻഡ് ഇൻ ദി ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ്. അപ്പം മാൻകൈൻഡിനെ കുറിച്ചുള്ള ഒരു സ്റ്റഡി അല്ലെങ്കിൽ ഹ്യൂമൻ ആക്ടിവിറ്റീസ്, ഹ്യൂമൻ വെൽഫെയറിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു വെൽഫെയർ കോൺസെപ്റ്റിനെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള റീസൺ എന്താണ്? അവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽഫെയറിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്, ഹ്യൂമൻ ആക്ടിവിറ്റീസിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. സോ വെൽഫെയർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇറ്റ് ഈസ് വെരി സബ്ജക്റ്റീവ് ഇൻ നേച്ചർ, വിച്ച് മീൻസ് ഓരോരുത്തർക്കും, അതായത് ഓരോ ഇൻഡിവിജ്വൽസിനും അവരുടെ വെൽഫെയർ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും, ഡിഫറെൻറ്റ് ലെവലിലായിരിക്കും. അത് ഇറ്റ് വേരീസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. സോ ഇറ്റ് ഈസ് വെരി സബ്ജക്റ്റീവ് ഇൻ നേച്ചർ. നമുക്ക് ഓവറോൾ ആയിട്ട് ഒരു എക്കണോമിയെ കുറിച്ച് അങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ക്രിറ്റിസിസം പോയിന്റ്. അനദർ വൺ, ഇറ്റ് കനോട്ട് ബി മെഷേർഡ് ഓർ കമ്പയർഡ്. നമുക്ക് അങ്ങനെ കമ്പയർ ചെയ്യാനോ മെഷർ ചെയ്യാനോ ഒന്നും തന്നെ പറ്റാത്ത ഒരു കോൺസെപ്റ്റാണ് വെൽഫെയർ. അപ്പോൾ ആ ഒരു വേഗ്നെസ് തന്നെയാണ് ഇതിൻ്റെ ഒരു ക്രിറ്റിസിസം പോയിന്റ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് സ്റ്റേജ് വെൽത്ത് സ്റ്റേജ് ആയിരുന്നു, അതിനുശേഷം ഡെവലപ്പ് ചെയ്ത കോൺസെപ്റ്റാണ് വെൽഫെയർ കോൺസെപ്റ്റ്. അടുത്തതായിട്ട് ഡെവലപ്പ് ചെയ്ത കോൺസെപ്റ്റാണ് സ്കേഴ്സിറ്റി കോൺസെപ്റ്റ് അല്ലെങ്കിൽ സ്കേഴ്സിറ്റി ഡെഫിനേഷൻ.
അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ലയണൽ റോബിൻസ് ആണ്. ബുക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ നേച്ചർ ഓഫ് സിഗ്നിഫിക്കൻസ് ഓഫ് എക്കണോമിക് സയൻസ്. ദ നേച്ചർ ഓഫ് സിഗ്നിഫിക്കൻസ് ഓഫ് എക്കണോമിക് സയൻസ്. ഇവിടെ ഇനി എങ്ങനെയാണ് എക്കണോമിക്സിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോക്കാം. It is the science which studies human behavior as a relationship between ends and scarce means which have alternative use. ഇവിടെ അപ്പം നമുക്ക് പല ടേംസ് കാണാൻ വേണ്ടി പറ്റും. ഒന്ന് ഹ്യൂമൻ ബിഹേവിയറിൻ്റെ സ്റ്റഡി ആണെന്ന് ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു എൻസിൻ്റെയും സ്കെയർസ് മീൻസിൻ്റെയുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പും ഉണ്ട്. അതായത് നമ്മുടെ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്, പക്ഷെങ്കിൽ ദ റിസോഴ്സസ് ആർ ലിമിറ്റഡ് എന്ന് പറയുന്ന ആ ഒരു സ്കെയർസിറ്റിയുടെ ഒരു കോട്ട് ബേസ് ചെയ്ത് തന്നെയാണ് ഈ ഒരു ഡെഫിനേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിനെ ഇനിയും ക്രിട്ടിസൈസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു എൻസും മീൻസും എന്ന് പറയുന്ന ആക്ടിവിറ്റീസും കാര്യങ്ങളും മാത്രമേ കൺസിഡർ ചെയ്തുള്ളൂ. വെൽഫെയർ എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ ഇത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തു എന്നുള്ളതാണ് സ്കേഴ്സിറ്റി കോൺസെപ്റ്റിൻ്റെ ഒരു ക്രിറ്റിസിസം പോയിന്റ് എന്ന് പറയുന്നത്. കമ്മിങ് ടു ദി ലാസ്റ്റ് സ്റ്റേജ് അല്ലെങ്കിൽ ലാസ്റ്റ് കോൺസെപ്റ്റ് ആണ് ഗ്രോത്ത് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഈ ഗ്രോത്ത് കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് പോൾ എ സാമുവൽസൺ ആണ്. സോ പോൾ എ സാമുവൽസൺ പറഞ്ഞിരിക്കുന്നത് എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ചോയ്സ് ഓഫ് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്, യൂസ് ഓഫ് ദി മണി ഉണ്ട്, ഹ്യൂമൻ ബിഹേവിയർ ഉണ്ട്, അങ്ങനെ എല്ലാം ഈ ആദ്യം പറഞ്ഞ 3 ഡെഫിനേഷൻ്റെയും കോമ്പിനേഷനായിട്ട് ഒരു കംപ്ലീറ്റ് കോംപ്രിഹെൻസീവ് എക്സ്പ്ലനേഷൻ ഓഫ് എക്കണോമിക്സ് ആണ് ഗ്രോത്ത് കോൺസെപ്റ്റിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇനി ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പോയിന്റ് ഉണ്ട്. ഗ്രോത്ത് കോൺസെപ്റ്റിൻ്റെ അകത്ത് എന്തൊക്കെ എലമെൻറ്റ്സ് ആണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇവിടെ ടൈം എലമെൻറ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഇൻകം, ഔട്ട്പുട്ട്, എംപ്ലോയ്മെൻറ്റ്, ഗ്രോത്ത് പോലത്തെ എല്ലാ ടോപ്പിക്സിനും അല്ലെങ്കിൽ എലമെൻസിനും തന്നെ ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. സോ ഗ്രോത്ത് കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഗ്രോത്ത് ഡെഫിനേഷനാണ് ഒരു കോംപ്രിഹെൻസീവ് ഡെഫിനേഷൻ ഓഫ് എക്കണോമിക്സ് എന്ന് പറയാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഒരു ബേസിക് കാര്യമാണ്. നമ്മൾ എക്കണോമിക്സിൻ്റെ ആ ടോപ്പിക്ക് പഠിക്കുമ്പോൾ ഒരു ബേസിക് ഇൻഫർമേഷൻ ആണെങ്കിൽ തന്നെ നമുക്ക് എക്സാമിന് ഇതിന് ഓരോ കോൺസെപ്റ്റും ഇൻട്രൊഡ്യൂസ് ചെയ്ത ആൾ അല്ലെങ്കിൽ അവരുമായിട്ട് റിലേറ്റ് ചെയ്ത ബുക്ക്, അതിൽ ഉള്ള ഓരോ കോൺസെപ്റ്റിലും ഇൻവോൾവ് ചെയ്തിരിക്കുന്ന എലമെൻറ്റ്സ് ഇങ്ങനെ ബേസ് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. സോ ബേസിക് ടോപ്പിക്കാണെന്ന് കരുതി നമ്മൾ സ്കിപ്പ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്. എല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിച്ചിരിക്കണം. ഇനി അടുത്തതായിട്ട് നമുക്ക് എക്കണോമിക്സിൻ്റെ സ്കോപ്പ് എന്താണെന്നുള്ളത് നോക്കാം. ആസ് എ സബ്ജക്റ്റ് മാറ്റർ നമ്മളിപ്പോൾ പറഞ്ഞ ഡെഫിനേഷൻ അല്ലെങ്കിൽ ആ ഒരു എവല്യൂഷൻ ബേസ് തന്നെയാണ് അതിൻ്റെ ഒരു സ്കോപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് വെൽത്ത് കൺസിഡർ ചെയ്യും, വെൽഫെയർ ഉണ്ട്, സ്കേഴ്സിറ്റി ഉണ്ട്, ഗ്രോത്ത്, അങ്ങനെ എല്ലാ എലമെൻസും തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് അതിൻ്റെ അകത്തെ ഒരു സ്കോപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇതിനെ സയൻസും ആർട്ടും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ എക്കണോമിക്സ് ഈസ് കൺസിഡർഡ് ആസ് ബോത്ത് എ സയൻസ് ആൻഡ് ആൻ ആർട്ട്. ഇനിയും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് ഇതിനെ സയൻസ് എന്ന് പറയുന്നു, എന്തുകൊണ്ട് ഇതിനെ ആർട്ട് എന്ന് ഡിഫൈൻ ചെയ്യുന്നു എന്നുള്ളതാണ്. സോ വൈ ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് എ സയൻസ്? ബിക്കോസ് ഇറ്റ് ഫോർമുലേറ്റ്സ് ഡിഫറെൻറ്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് തിയറീസ്. നമുക്കറിയാം എക്കണോമിക്സിൻ്റെ അകത്ത് ഒരുപാട് തിയറീസ്, ഇപ്പം എംപ്ലോയ്മെൻറ്റിനെ ബേസ് ചെയ്താണ്, വേജസിനെ ബേസ് ചെയ്താണ്, ലേബറിനെ ബേസ് ചെയ്തില്ല, എന്തിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ വി ഹാവ് മില്യൺസ് ഓഫ് തിയറീസ് ആൻഡ് പ്രിൻസിപ്പിൾസ്. സോ അങ്ങനത്തെ ഒരു ഡെവലപ്മെൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇതിനെ സയൻസ് എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. ഇനിയും ഇതെന്തുകൊണ്ടാണ് ആർട്ട് എന്ന് പറയുന്നത്? ആർട്ട് എന്ന് പറയാൻ കാര്യം ഇറ്റ് പ്രൊവൈഡ് സൊല്യൂഷൻസ് ടു വേരിയസ് പ്രോബ്ലംസ്. ആർട്ട് ഇൻവോൾവ്സ് ക്രിയേറ്റിവിറ്റി. അപ്പോൾ ആ ക്രിയേറ്റിവിറ്റിയും തിങ്കിങ്ങും തോട്ട്ഫുൾനെസ്സും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എക്കണോമിക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. സോ ആ പ്രോബ്ലം സോൾവിങ് എലമെൻറ്റ് ഈസ് ദ റീസൺ ബിഹൈൻഡ് വി ആർ കോളിംഗ് എക്കണോമിക്സ് ആസ് ആൻ ആർട്ട്. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ അടുത്തൊരു സ്കോപ്പ് എന്ന് പറയാൻ. ഇനിയും ഇതുകൊണ്ട് തീർന്നില്ല. വൺ മോർ സ്കോപ്പ് നമുക്ക് പോയിന്റ് പറയാൻ പറ്റുന്നത് പോസിറ്റീവ് ഓർ നോമേറ്റീവ് സയൻസ്. എക്കണോമിക്സ് പോസിറ്റീവും നോമേറ്റീവ് സയൻസുമായിട്ടാണ് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് പോസിറ്റീവ് സയൻസ് എന്നും എന്തുകൊണ്ടാണ് നോമേറ്റീവ് സയൻസ് എന്നുള്ളതും റീസൺ നമുക്ക് അറിഞ്ഞിരിക്കണം. പോസിറ്റീവ് സയൻസ് എന്ന് പറയാൻ കാര്യം ഇവിടെ ഒരു കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയസ് എലമെൻറ്റ്സ് അല്ലെങ്കിൽ വേരിയബിൾസ് എല്ലാം തന്നെ നമ്മൾ ഇതിനകത്ത് കൺസിഡർ ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനെ പോസിറ്റീവ് സയൻസ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് വൈ ഇറ്റ് ഈസ് നോൺ ആസ് നോമേറ്റീവ് സയൻസ്. നോമേറ്റീവ് സയൻസ് എന്ന് ഇതിനെ വിളിക്കാൻ വേണ്ടിയിട്ടുള്ള മെയിൻ കാര്യം ഇവിടെ എത്തിക്സ് ഓഫ് ദി എക്കണോമിക്സ് കൺസിഡർ ചെയ്യും. അതായത് പാസ്റ്റ് ജഡ്ജ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ട് ഒരു ഫിനോമിനയുടെ റൈറ്റ്നെസ് അല്ലെങ്കിൽ റോങ്നെസ്, അതിനെ നമ്മൾ എത്തിക്സ് എന്ന് പറയുന്നത് എത്തിക്സ് എലമെൻറ്റ് കൺസിഡർ ചെയ്യുന്നതാണ് ഈ ഒരു നോമേറ്റീവ് സയൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് ലാസ്റ്റിൽ മനസ്സിലാക്കേണ്ടത് ബോത്ത് സയൻസ് ആൻഡ് ആർട്ടാണ്, ബോത്ത് പോസിറ്റീവ് ആൻഡ് നോമേറ്റീവ് സയൻസ് ആണ്. ഓക്കെ, ഇനിയും ഈ ഒരു സ്കോപ്പ് ഓഫ് എക്കണോമിക്സിൻ്റെ അകത്ത് നമ്മൾ
പഠിക്കുമ്പം ഇതിൻ്റെ എക്സ്പ്ലനേഷനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കാരണം നമുക്കറിയാം ഈയിടെയായിട്ട് എല്ലാ എക്സാമിനും തീർച്ചയായിട്ടും ചോദിക്കുന്നതാണ് അസേർഷൻ, റീസണിങ്, സ്റ്റേറ്റ്മെൻറ്റ് പോലത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം. അപ്പോൾ അതിലെല്ലാം തന്നെ റീസൺ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഒരു കാര്യം ഇന്നതാണെന്ന് പഠിക്കുന്നതിനുപരി അത് എന്തുകൊണ്ട് അങ്ങനെയാണ് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, ഇനിയും അടുത്ത ഒരു എക്കണോമിക്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ് മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്. ഇത് നമ്മൾക്ക് അറിയാവുന്ന ജനറൽ ടോപ്പിക്കാണ്, എന്നിരുന്നാൽ പോലും വി ഷുഡ് ലേൺ. സോ മൈക്രോ എക്കണോമിക്സിൻ്റെ അകത്ത് മൈക്രോ എന്ന് പറഞ്ഞാൽ സ്മോൾ ആണ്, ഇൻഡിവിജ്വൽ യൂണിറ്റ്സിൻ്റെ സ്റ്റഡിയാണ് ഇവിടെ മെയിനായിട്ട് നടക്കുന്നത്. മാക്രോ എക്കണോമിക്സിൻ്റെ കേസ് വരുമ്പോഴത്തേക്കും ഇക്കോണമി ആസ് എ ഹോൾ അല്ലെങ്കിൽ ഒരു അഗ്രിഗേറ്റ് ലെവലിൽ നിന്നാണ് നമ്മൾ ഇക്കോണമിയെ സ്റ്റഡി ചെയ്യുന്നത്. അതാണ് ഇത് തമ്മിലുള്ള ബേസിക് ഡിഫറൻസ്. ഇനിയും മൈക്രോ എക്കണോമിക്സിൻ്റെ അകത്ത് വരുന്ന തിയറീസ് ഏതാണെന്നും മാക്രോ എക്കണോമിക്സിൽ വരുന്ന തിയറീസ് ഏതാണെന്നുള്ളതും ക്ലിയർ ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് പഠിക്കുക. മൈക്രോ എക്കണോമിക്സിൻ്റെ അകത്ത് വരുന്നത് തിയറി ഓഫ് ഡിമാൻഡ്, പ്രൊഡക്ഷൻ തിയറി, കോസ്റ്റ് തിയറി, ഡിസ്ട്രിബ്യൂഷൻ തിയറി, എക്കണോമിക് വെൽഫെയർ, ഇതെല്ലാം തന്നെ മൈക്രോ എക്കണോമിക്സിൻ്റെ കോൺസെപ്റ്റിൽ വരുന്നതും. മാക്രോ എക്കണോമിക്സിൽ നാഷണൽ ഇൻകം, എംപ്ലോയ്മെൻറ്റ്, ജനറൽ പ്രൈസ് ലെവൽ, ബിസിനസ് സൈക്കിൾ, ഇൻ്റർനാഷണൽ ട്രേഡ് തിയറി, അത് റിലേറ്റഡ് ടോപ്പിക്സും എല്ലാമാണ് macro economics in that. So one is related with an aggregate concept and micro is related with an individual household, individual units in individual firms ഒക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള തിയറീസും പോളിസീസും ആണ് മൈക്രോ എക്കണോമിക്സ് അകത്ത് വരുന്നത്. ഓക്കെ, ഇനിയും ബിസിനസ് എക്കണോമിക്സ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഈ പറഞ്ഞ എക്കണോമിക്സിനകത്തെ ജനറൽ തിയറീസും പോളിസീസും പ്രാക്ടീസസും എല്ലാം if we are trying to apply it in our business conditions, then that is known as business economics എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു ഫേമിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് if you are applying this economic principles and policies, അവിടെ നമ്മൾ ബിസിനസ് എക്കണോമിക്സ് എന്ന് പറയുന്നിട്ട് യൂസ് ചെയ്യും. അപ്പോൾ ഇതൊരു മൈക്രോസ്കോപ്പിക് സ്റ്റഡി ഓഫ് ദി എക്കണോമിക് ആണെന്ന് മനസ്സിലാക്കണം. സോ ബിസിനസ് എക്കണോമിക്സ് എന്ന് പറയുന്നത് മൈക്രോ എക്കണോമിക്സിൻ്റെ ഭാഗമാണ്. കാരണം അവിടെ ഒരു പർട്ടിക്കുലർ ഫേമിനെയോ അല്ലെങ്കിൽ പർട്ടിക്കുലർ കമ്പനിയോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഡിസിഷനും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. സോ ദാറ്റ് ഈസ് വൈ ദിസ് ഈസ് പാർട്ട് ഓഫ് ബിസിനസ് എക്കണോമിക്സ് ഇസ് പാർട്ട് ഓഫ് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ദെൻ ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സ് നമ്മൾ അറിഞ്ഞിരിക്കുക. ഇതും ബോത്ത് സയൻസ് ആൻഡ് ആർട്ട്, മൾട്ടി ഡിസിപ്ലിനറി ആണ്, പ്രാഗ്മാറ്റിക് ആണ് എന്നൊക്കെയാണ് ബിസിനസ് എക്കണോമിക്സിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത്. പക്ഷെങ്കിൽ വി നീഡ് ടു നോ വൈ ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. ഇപ്പം ബോത്ത് സയൻസ് ആൻഡ് ആർട്ട് ആണെന്ന് പറഞ്ഞാലും ഇതൊരു എക്സാക്ട് സയൻസ് അല്ല. എക്സാക്ട് സയൻസ് അല്ല എന്ന് പറയാൻ കാര്യം അതിൻ്റെ ആ ഒരു റിസൾട്ട്സ് എന്ന് പറഞ്ഞു. ഇപ്പോൾ സയൻസിൽ നമുക്കറിയാം നമ്മളൊരു ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ ആ റിസൾട്ട് വിൽ ബി സെയിം ഫോർ ഓൾ ദ ഇയർ. അതേ കണ്ടീഷനിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്താൽ നമ്മുടെ റിസൾട്ട് നമുക്ക് സെയിം ആയിട്ട് തന്നെ വരുന്നത്. പക്ഷേ എക്കണോമിക്സിലൊക്കെ കേസിൽ പല സിറ്റുവേഷനും വേരിയബിൾസും എല്ലാം തന്നെ വേരി ചെയ്യുന്നതുകൊണ്ട് റിസൾട്ട്സ് ജനറേറ്റ് ചെയ്യുന്നത് എപ്പോഴും സെയിം അല്ല. അതുകൊണ്ടാണ് ഇതിന് നോട്ട് ആൻ എക്സാക്ട് സയൻസ് എന്ന് പറയുന്നത്. ഇനിയും പ്രാഗ്മാറ്റിക് ആണെന്ന് പറയുന്നത്. പ്രാഗ്മാറ്റിക് ആണെന്ന് പറയാൻ കാര്യം ബിക്കോസ് ഇറ്റ് യൂസസ് വേരിയസ് അനലിറ്റിക്കൽ ടൂൾസ് ടു സോൾവ് ദി എക്കണോമിക് പ്രോബ്ലം. സോ ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ്, ആപ്ലിക്കേഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് ബിസിനസ് എക്കണോമിക്സ്. സോ ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് നോൺ ആസ് പ്രാഗ്മാറ്റിക്. സ്കോപ്പ് ഓഫ് ബിസിനസ് എക്കണോമിക്സ് നോക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്യും. നമ്മൾ പറഞ്ഞു ഇത് മൈക്രോ എക്കണോമിക്സിൻ്റെ ഭാഗം. അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്ത് വേണം നമ്മൾ ഇതിൻ്റെ ഒരു അകത്ത് വരുന്ന തിയറീസും നോക്കാൻ. ഡിമാൻഡ് അനാലിസിസ്, പ്രൊഡക്ഷൻ തിയറി, സപ്ലൈ അനാലിസിസ്, കോസ്റ്റ് തിയറി, പ്രൈസിംഗ് പോളിസി, പ്രോഫിറ്റ് മാനേജ്മെൻറ്റ്, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, ഈ ടോപ്പിക്സ് എല്ലാമാണ് മെയിനായിട്ട് നമ്മളുടെ ബിസിനസ് എക്കണോമിക്സിൻ്റെ അകത്തെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ അകത്ത് വരുന്ന വേരിയസ് കോൺസെപ്റ്റുകളാണ്. കോൺസെപ്റ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഇതിൽ നമുക്ക് ഇത്രയും കോൺസെപ്റ്റുകളാണ് പ്രധാനമായിട്ടുള്ളത്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കോൺസെപ്റ്റ് ഉണ്ട്, ഇൻക്രിമെൻ്റൽ, ടൈം പെർസ്പെക്റ്റീവ്, ടൈം വാല്യൂ, ഇക്വി മാർജിനൽ, ദെൻ കോൺട്രിബ്യൂഷൻ, റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി പറയുന്ന കോൺസെപ്റ്റുകളെല്ലാം തന്നെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെ ഒരു വൺ ലൈൻ എക്സ്പ്ലനേഷൻ പറയാം. ഓപ്പർച്യൂണിറ്റി കോസ്റ്റിൻ്റെ അകത്ത് നമ്മൾ കാണുന്നത് കോസ്റ്റ് ഓഫ് ഫോർഗോൺ ഓപ്പർച്യൂണിറ്റിയാണ് മെയിനായിട്ട് അവിടെ നോക്കുന്നത്. ഇൻക്രിമെൻ്റൽ കോൺസെപ്റ്റിനകത്ത് ഇൻക്രിമെൻ്റൽ കോസ്റ്റും റവന്യൂവും തമ്മിലുള്ള കമ്പാരിസൺ ആണ് അവിടെ വരുന്നത്. ടൈം പെർസ്പെക്റ്റിലാണ് വി ആർ ക്ലാസിഫൈങ് ദ ടൈം പീരീഡ് ഇൻറ്റു ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ. ഷോർട്ട് റൺ എന്ന് പറയുമ്പോൾ ഒരു ഷോർട്ട് പീരീഡേ ഉള്ളൂ, അവിടെ നമുക്ക് വേരിയബിൾ ഇൻപുട്സ് മാത്രമേ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അതേസമയം ലോങ് റൺ എന്ന് പറയുമ്പോൾ വി ഹാവ് lot of time to change all the variables. അപ്പോൾ അവിടുത്തെ ഫിക്സ്ഡും വേരിയബിൾ ഫാക്ടേഴ്സിനെല്ലാം തന്നെ നമുക്ക് വേരിയബിളായി മാറുന്ന ഒരു ടൈം പീരീഡാണ് ഈ ഒരു ലോങ് റൺ പീരീഡ് എന്ന് പറയുന്നത്. സോ ആ ഒരു ക്ലാസിഫിക്കേഷനാണ് ടൈം പെർസ്പെക്റ്റീവിൽ വരുന്നത്.
ടൈം വാല്യൂ ഓഫ് മണിയിൽ പറയുമ്പോഴത്തേക്കും നമുക്കറിയാം 1 rupee received today is more worthier than received tomorrow. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് പ്രസൻറ്റ് വാല്യൂ ഫ്യൂച്ചർ വാല്യൂ കോൺസെപ്റ്റ് എല്ലാമാണ് ടൈം വാല്യൂവിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇക്വി മാർജിനൽ പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ ഒരു കൺസ്യൂമർ ഒരു മണി സ്പെൻഡ് ഒരു പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് അവരുടെ മണി സ്പെൻഡ് ചെയ്യുമ്പോൾ ദേ will derive equal marginal utility from all the products. അല്ലെങ്കിൽ എല്ലാ പ്രൊഡക്ട്സിൻ്റെ ഒരു മാർജിനൽ യൂട്ടിലിറ്റിയുടെ സമ്മ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈക്വൽ ഇൻ ഓൾ ദ കേസസ്. ആ ഒരു ബേസിസിലായിരിക്കും കൺസ്യൂമേഴ്സ് അവരുടെ മണി സ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇക്വി മാർജിനൽ പ്രിൻസിപ്പിൾ പറയുന്നത്. കോൺട്രിബ്യൂഷൻ കോൺസെപ്റ്റിൻ്റെ അകത്ത് ആ ഒരു സെയിൽസിനും വേരിയബിൾ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസിനെ ബേസ് ചെയ്തിട്ട് ഓരോ യൂണിറ്റ്സും എത്രമാത്രം റവന്യൂയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ള കാര്യം ഒക്കെയാണ് കോൺട്രിബ്യൂഷൻ കോൺസെപ്റ്റിൽ വരുന്നത്. റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി കോൺസെപ്റ്റ് വരുമ്പോൾ നമുക്കറിയാം എത്രമാത്രം റിസ്ക് എലമെൻറ്റും ആ ഒരു ഡിസിഷൻ മേക്കിങ്ങും എല്ലാമാണ് റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി കോൺസെപ്റ്റിലെ മെയിനായിട്ടുള്ള കൺസെപ്റ്റ്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ ഇരിക്കും നമുക്ക് നോക്കാം. സോ we have a statement wise question here based on opportunity cost. So first statement തന്നിരിക്കുന്നത് opportunity cost require ascertainment of sacrifices. പറയുന്നത് opportunity കോസ്റ്റിൻ്റെ അകത്ത് നമ്മൾ സാക്രിഫൈസസ് എന്തൊക്കെയാണെന്നുള്ളത് അസർട്ടൺ ചെയ്യണം എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ഇഫ് ദർ ആർ നോ സാക്രിഫൈസസ് ദർ ഇസ് നോ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. സാക്രിഫൈസ് ഇല്ലെങ്കിൽ അവിടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിൻ്റെ ആവശ്യം ഇല്ല. സോ നമുക്ക് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ കോസ്റ്റ് ഓഫ് ഫോർഗോൺ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് സാക്രിഫൈസ്ഡ് ഓപ്പർച്യൂണിറ്റി ആണ്. സോ ദർ റിക്വയർസ് ദി അസർട്ടൈൻമെൻറ്റ് ഓഫ് സാക്രിഫൈസ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണെന്ന് മനസ്സിലാക്കാം. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരുമ്പം സാക്രിഫൈസ് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഇല്ല. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എപ്പോഴാണ് വരുന്നത്? നമുക്ക് ഓൾട്ടർനേറ്റീവ്സ് ഉള്ളപ്പോഴാണ് ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് വരുന്നത്. അതായത് ഇതിന് പകരം നമ്മൾ എക്ക് പകരം ബി ഉപയോഗിച്ചായിരുന്നെങ്കിൽ വാട്ട് വിൽ ബി അവർ കോസ്റ്റ് എന്ന് കൺസിഡർ ചെയ്യും. അപ്പം അങ്ങനെ എക്ക് പകരം ബി എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റും ഇല്ല. സോ ദി സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാലും അത് കറക്റ്റാണ്. സോ ദി ആൻസർ വിൽ ബി ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്. അപ്പോൾ ഇങ്ങനെ റിലേറ്റ് ചെയ്തിട്ട് ഓരോ കോൺസെപ്റ്റിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചിലപ്പം വരാം. സോ ഇങ്ങനെ നമ്മളുടെ ഈ ഓരോ സബ്ജക്റ്റിൽ അല്ലെങ്കിൽ ഓരോ യൂണിറ്റിലെ ഇതുപോലെ ഓരോ കോൺസെപ്റ്റുകൾ സിമ്പിൾ തൊട്ട് കോംപ്ലക്സ് വരെയുള്ള കോൺസെപ്റ്റുകളെല്ലാം തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇനി ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ നെറ്റ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. സോ അതിന് നിങ്ങളെ സഹായിക്കാനായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ക്രാഷ് ബാച്ച് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ദിവസമേ ഉള്ളൂ നമുക്കറിയാം. അപ്പോൾ എങ്ങനെ എത്രയും മാക്സിമം പഠിക്കാമോ മാക്സിമം എഫേർട്ട് എടുക്കാമോ അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ ട്രൈ ചെയ്താലാണ് നമുക്ക് നെറ്റ് കൊമേഴ്സ് ഇത്തവണ ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. എക്സാം ഒരിക്കലും നേരത്തേക്കാട്ടിൽ എളുപ്പമാവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത്. ഇറ്റ് വിൽ ബി ടഫ് ഓവർ ദി ഇയേഴ്സ്. സോ നമ്മൾ എന്ത് ചെയ്യണം? നല്ലതായിട്ട് പഠിച്ചേ പറ്റും. അപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട് സകല സന്നാഹങ്ങളുമായിട്ടാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ക്രാഷ് ബാച്ച് ഉള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഈ ഒരു കുറച്ച് ദിവസമേ ഉള്ളെങ്കിൽ പോലും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഏബിൾ ടു ക്രാക്ക് ദ നെറ്റ് എക്സാം ഫോർ ഷുവർ. കാരണം നമ്മൾ പ്രീവിയസ് ഇയേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും സിലബസ് ബേസ്ഡ് ആയിട്ടും ഫോക്കസ് ഏരിയയും എല്ലാം മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഈ ഒരു കോഴ്സിൻ്റെ അകത്ത് ബാച്ചിൻ്റെ അകത്ത് നമുക്ക് അവൈലബിൾ ആണ്. കംപ്ലീറ്റ് നോട്ട്സ് തരും. അതേപോലെ തന്നെ വരാൻ സാധ്യതയുള്ള ആ ഒരു എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസും ഏരിയാസും എല്ലാം മെൻഷൻ ചെയ്തിട്ടാണ് ഡിസ്കസ് ചെയ്താണ് ഈ ഒരു ക്രാഷ് ബാച്ച് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. സോ നിങ്ങൾക്ക് ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഒട്ടും സമയം കളയേണ്ട, ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ അവർ ചാനൽ. ഇനിയും വീണ്ടും കാണുന്നത് വരെ ബൈ.